ഹായ് നമസ്കാരം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കടലുണ്ടി വാവുത്സവം എന്ന പ്രധാന അനുഷ്ഠാനത്തെക്കുറിച്ചാണ്. പേടിയാട്ടമ്മ തുറക്കും കളിയാട്ടമ്മ അടയ്ക്കും എന്ന പഴഞ്ചൊല്ല് ഇവിടെ വളരെ പ്രശസ്തമാണ്. ഈ പഴഞ്ചൊല്ലിലെ വാവുത്സവത്തിലെ പ്രധാന ദേവതയായിട്ടുള്ള പേടിയാട്ടമ്മയെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. പേടിയാട്ടമ്മയുടെ സഹോദരിയായ അമ്മാഞ്ചേരി അമ്മയോടൊപ്പം ശ്രീ വളയനാട്ടമ്മയുടെ പൂരത്തിന് പുറപ്പെടാൻ പേടിയാട്ടമ്മയുടെ വളർത്തുമകനായ ജാതവനെ ഒരുക്കുന്നു. എന്നാൽ അവിടെ മദ്യകർമ്മങ്ങൾ ആയതുകൊണ്ട് പേടിയാട്ടമ്മ വിലക്കുന്നു. വിലക്ക് വകവെക്കാതെ പൂരത്തിൽ പങ്കെടുക്കാൻ എത്തിയ ജാതവന് വളയനാട്ടമ്മ പാൽവർണ്ണ കുതിരയെ സമ്മാനമായി നൽകിയത്രേ. കൂടാതെ ഇതിനോടൊപ്പം വളയനാട്ടമ്മ ജാതവന് മദ്യവസ്തുക്കൾ അടങ്ങിയ ഒരു സൽക്കാരത്തിന് ക്ഷണിക്കുകയും ചെയ്തു. പക്ഷേ അമ്മ ഭഗവതിയുടെ വിലക്കിനെ പറ്റി ഓർത്ത ജാതവൻ ആ ക്ഷണം നിരസിച്ചു. ഇതിൽ ക്ഷുഭിതയായ ശ്രീ വളയനാട്ടമ്മ മദ്യമ വസ്തുക്കൾ ജാതവന് നേരെ തട്ടിത്തെറിപ്പിച്ചു. അശുദ്ധിയായി തിരിച്ചു വന്ന മകനെ പേടിയാട്ടമ്മ അകറ്റി നിർത്തി. ഇനിമേൽ തന്നെ കാണരുതെന്നും പറഞ്ഞു വിലക്കി. കാക്കക്കോറക്കുന്നിൽ ജാതവനെ കുടിയിരുത്തി. ഈ സ്ഥലമാണ് ഇന്ന് ജാതവൻ കോട്ട എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ പിന്നീട് അലിവ് തോന്നിയ ദേവി തുലാമാസത്തിലെ കറുത്തവാവ് ദിവസത്തിൽ വാക്കടവിൽ താൻ നീരാട്ടിന് പോകുമ്പോൾ കാണാനും കൂടെ പോരാനും അനുമതി നൽകുന്നു. ഇതാണ് ഈ വാവുത്സവവുമായി ബന്ധപ്പെട്ട പ്രധാന ഐതിഹ്യം. കടലുണ്ടി വാവുത്സവവുമായി ബന്ധപ്പെട്ട് ഒരു അനുഷ്ഠാന കലാരൂപമാണ് പടകളിത്തല്ല്. ദേവിയെ കുന്നത്ത് പറമ്പിലേക്ക് ആനയിക്കുന്നതോടുകൂടി യുവാക്കളും കാരണവന്മാരും പടകളിപ്പറമ്പിലേക്ക് ഇറങ്ങുന്നതോടുകൂടിയാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. ദേവി കുന്നത്തെ മണിത്തറയിൽ ഇരുന്ന് പടകളിത്തല്ല് ആസ്വദിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഐതിഹ്യം. കടലിലേക്ക് ഉന്തി നിൽക്കുന്ന ഭൂപ്രദേശമായതുകൊണ്ടാണ് കടലുണ്ടി എന്ന് പേര് വരാൻ കാരണം. കടലും കായലും സമ്മേളിക്കുന്ന ഒരു നാടിന്റെ വികാരമാണ് കടലുണ്ടിയിലെ ഈ വാവുത്സവം. പേടിയാട്ടുകാവും കടലുണ്ടിയിലെ വാവുത്സവവും ഏറെ വ്യത്യസ്തമാണ് കേട്ടോ. പരിഷ്കാരങ്ങൾക്ക് പുറകെ പോവാതെ പുരാതന കാലത്തെ ആചാര അനുഷ്ഠാനങ്ങൾ പാലിച്ചു വരുന്ന ഒരു കാവാണിത്. വടക്കൻ മലബാറിൽ ക്ഷേത്രോത്സവങ്ങൾക്ക് ആദ്യം കുറിക്കുന്ന ഒരു ക്ഷേത്ര ഉത്സവമാണ് ഇന്നത്തെ വാവുത്സവം. പൂജാതി കർമ്മങ്ങളെല്ലാം ഇവിടെ കൗളാചാര പ്രകാരമുള്ള ഉത്തമത്തിലുള്ള ഒരു പൂജാക്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പൂജാ വിധികളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേടിയാട്ടുകാവിലെ ഭഗവതിയുടെ ഉത്സവത്തിന് ആയിരക്കണക്കിന് ആളുകളാണ് വ്രതം അനുഷ്ഠിക്കുന്നത്. പൊതുജനങ്ങളും പരമ്പരാഗതമായി തന്നെ ഇതിൽ വളരെ ആവേശത്തോടെ ഒത്തുചേരുന്നു. അമ്മ ഉത്തമത്തിലായതുകൊണ്ട് അവിടെ അമ്മയുടെ ഐതിഹ്യത്തിൽ ഞങ്ങളുടെ വിശ്വാസപ്രകാരം 3 സഹോദരിമാരാണ്. ഒന്ന് പേടിയാട്ടമ്മയും, രണ്ടാമത് മലപ്പുറം ജില്ലയിലെ ആമഞ്ചേരിക്കാവിലെ കളിയാട്ടക്കാവിലെ ദേവിയും, മൂന്നാമത് ഏറ്റവും മുതിർന്ന ആൾ എന്ന നിലയ്ക്ക് കോഴിക്കോട് ജില്ലയിലെ വളയനാട് ക്ഷേത്രത്തിലെ ദേവിയുമാണ് 3 സഹോദരിമാർ. പേടിയാട്ടുകാവിന്റെ പരിപാലനം പനയമടം തറവാട്ടുകാർക്കാണ്. കൂടാതെ ഈ ദേശത്തെ എല്ലാ വീട്ടുകാർക്കും ഇവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളിൽ പങ്കുണ്ട്. തുലാമാസത്തിലെ കർക്കിടക വാവായ ഇന്നാണ് ഇവിടുത്തെ ഉത്സവം. കോട്ടമുറ്റത്തെത്തുന്ന കാരണവരെ ദേശാവകാശികൾ വണങ്ങുന്നതോടുകൂടിയാണ് ഈ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടുകൂടി ജാതവൻ കുതിരപ്പുറത്ത് കയറി ജാതവൻ കോട്ടയിലേക്ക് എഴുന്നള്ളിയെത്തും. അവിടെ നിന്നും 3 തവണ തന്റെ കോട്ട വലം വെച്ച ശേഷം പ്രധാന കർമ്മിയുടെ വീട്ടിലേക്ക് പോകും. അവിടെ നിന്നും കാരകളിപ്പറമ്പിലേക്ക്. അമ്മയും മകനും തമ്മിലുള്ള ഒത്തുചേരൽ കാണാനായി ആയിരക്കണക്കിന് ജനങ്ങളാണ് കടലുണ്ടിയിൽ എത്തിച്ചേരുന്നത്. തുടർന്ന് അവർ തമ്മിലുള്ള വേർപിരിയൽ വേദനയോടെയാണ് ഞങ്ങൾ ജനങ്ങൾ നോക്കിക്കാണുന്നത് എന്നത് മറ്റൊരു സത്യം. അതെ, ജാതി മതഭേദമന്യേ വീണ്ടും ഒരു ഒത്തുചേരലിനായി ഞങ്ങൾ അടുത്ത വർഷത്തിലേക്കായുള്ള കാത്തിരിപ്പിലാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം.